എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സഹായം ആവശ്യമുണ്ട്. എന്നെ കൊണ്ടോ? അതെ, രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കാണ്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, കൊലയാളിയെ കുറിച്ച് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്തൂടെ? അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. മനസ്സിലായില്ല. സംഭവം നടന്ന ദിവസം രാജനെയും നിങ്ങളെയും ഒരുമിച്ച് കണ്ടതായി പലരും പറഞ്ഞു. ഞാൻ പലരുമായി ബന്ധപ്പെടുന്ന ആളല്ലേ, ചിലപ്പോൾ കണ്ടിരിക്കാം. അപ്പോൾ രാജനെ ഓർമ്മിപ്പിക്കത്തക്ക ബന്ധം പോലും നിങ്ങൾക്കില്ല അല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? ഓ, അത് ശരി. എനിക്ക് ലൈറ്റർ കളഞ്ഞിട്ടിടാം. മഴ നനഞ്ഞു കിടന്നതുകൊണ്ട് കത്തുന്നില്ല. എന്താ ചിരിക്കുന്നത്? കാട്ടാനയെ കുഴിയിൽ വീഴ്ത്താൻ കാട്ടനി ശ്രമിക്കുന്നത് കാണുമ്പോൾ സാരി തെറ്റിയാൽ ചിലപ്പോൾ ആനയും വീഴും. ഓക്കെ ഓക്കെ. വർഷം 1980. ആരിഫ എന്റർപ്രൈസസിന്റെ ബാനറിൽ ഹസൻ അണിയിച്ചൊരുക്കിയ ജയനെ നായകനാക്കി ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം പുറത്തു വന്നു, ബെൻസ് വാസു. ഈ സിനിമയുടെ ക്യാമറ മലയാള സിനിമയുടെ ഹിറ്റ് മേക്കറായ ജോഷിയായിരുന്നു. പിൽക്കാലത്ത് മലയാളത്തിൻ്റെ ആക്ഷൻ സിനിമകളുടെ കുലപതിയായിരുന്ന ക്രോസ് ബെൽറ്റ് മണിയുടെ സഹായിയായാണ് സംവിധായകൻ ജോഷി മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ ക്രോസ് ബെൽറ്റ് മണിയുടെ സഹായിയായി ജോഷി വർക്ക് ചെയ്തിരുന്നു. 1978 ജോഷി സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ഒരു ചിത്രമായിരുന്നു ടൈഗർ സലീം. അമിതാഭ് ബച്ചൻ നായകനായി വലിയൊരു വിജയം നേടിയ അമർ അക്ബർ ആൻ്റണിയുടെ ഒരു ചെറിയ പ്രചോദനം ഉൾക്കൊണ്ട് വന്ന ചിത്രമായിരുന്നു ടൈഗർ സലീം. പക്ഷേ ആ ചിത്രത്തിൻ്റെ വലിയ പരാജയം ജോഷിക്ക് വലിയൊരു തിരിച്ചടിയായി. സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ജോഷിയെ തുടർന്ന് സിനിമ ചെയ്യണമെന്ന് ആത്മവിശ്വാസം നൽകിയത് നടൻ കൊച്ചിൻ ഹനീഫയാണ്. അങ്ങനെയാണ് ബെൻസ് വാസു എന്ന സിനിമയിലൂടെ ക്യാമറമാനായി ജോഷി ജോലി ചെയ്യുന്നത്. ബെൻസ് വാസു എന്ന സിനിമയിലെ നായകനായ ജയൻ ജോഷിയുടെ ക്യാമറ വർക്കുകൾ ശ്രദ്ധിക്കാനിടയായി. തന്നെ നായകനാക്കി ഒരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് ജയൻ ജോഷിയോട് അഭ്യർത്ഥിച്ചു. നല്ലൊരു പ്രതികാര കഥയായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി അക്കാലത്ത് നിരവധി മലയാള സിനിമകൾക്ക് തിരക്കഥ എഴുതിയ പാപ്പനംകോട് ലക്ഷ്മണൻ ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും സംഭാഷണവും ഒരുക്കി. കഥയാകട്ടെ ബെൻസ് വാസുവിൻ്റെ സംവിധായകനായ ഹസൻ അണിയിച്ചൊരുക്കി. ആരിഫ എൻ്റർപ്രൈസസിൻ്റെ ബാനറിൽ ചിത്രം പുറത്തു വന്നു. തൻ്റെ അനിയത്തിയുടെ മാനം ലൈംഗികമായി കശാപ്പ് ചെയ്ത ദുഷ്ടനെതിരെയുള്ള ഒരു സഹോദരൻ്റെ പ്രതികാരത്തിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമായിരുന്നു ഇത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായി. ഇത് ജയൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു ഈ ചിത്രം. അങ്ങാടിക്ക് ശേഷം വന്ന മറ്റൊരു നാഴികക്കല്ലായി മാറിയ ചിത്രം എന്നൊരു വിശേഷണവും ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയുടെ പേരാണ് മൂർഖൻ. 4.5 പതിറ്റാണ്ട് മുമ്പ് കേരളക്കരയുടെ നയനമനോഹരമായ വെള്ളിത്തിരകളിൽ പത്തിവിടർത്തിയാടിയ മൂർഖൻ ചലച്ചിത്ര മണ്ഡലത്തിൽ സൂര്യ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സൂപ്പർ താരം പിടുന്നതിനെ അപകടത്തിൽ മരണപ്പെടുക എന്ന അത്യപൂർവ സംഭവം ഒരു നടുക്കുന്ന യാഥാർത്ഥ്യമായി മലയാള ചലച്ചിത്ര പ്രേമികൾ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു 1980 നവംബർ 16. ജയൻ എന്ന അതുല്യ പ്രതിഭയുടെ ആകസ്മിക വേർപാടിൽ മനം നൊന്ത ആരാധകർ അന്ന് അനുഭവിച്ച മാനസിക വ്യഥ പിന്നീട് ഒരു താരത്തിന്റെ കാര്യത്തിലും അനുഭവപ്പെട്ടിട്ടില്ല. ജയന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെതായി ആദ്യം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയ ഒരു ചിത്രമായിരുന്നു ആരിഫ എന്റർപ്രൈസസിന്റെ ബാനറിൽ ആരിഫ ഹസൻ നിർമ്മിച്ച് ജോഷി സംവിധാനം ചെയ്ത മൂർഖൻ. 1980 നവംബർ 21 റിലീസായ ഈ ചിത്രം കാണാൻ ഇരച്ചു കയറിയ ആരാധകർ ഇഷ്ടതാരം സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ സാധാരണഗതിയിലുള്ള ഹർഷാരവും ആർപ്പുവിളിയും ഒഴിവാക്കി വിങ്ങുന്ന ഹൃദയത്തോടെയാണ് കണ്ടു തുടങ്ങിയത്. പക്ഷേ ദുഃഖം തളം കെട്ടി നിന്ന ആ അന്തരീക്ഷത്തിലും നിമിഷങ്ങൾക്കുള്ളിൽ ആരാധകരെ ത്രസിപ്പിക്കാനും ആവേശത്തിന്റെ പരക്കൊടിയിൽ എത്തിക്കാനും വെള്ളിത്തിരയിലെ ആ നായകന് കഴിഞ്ഞു. കാരണം ആ നായകന്റെ പേര് ജയൻ എന്നായിരുന്നു. മരണത്തിന് പോലും തോൽപ്പിക്കാനാവാത്ത പ്രഭാവത്തോടെയാണ് ആ വീരനായകൻ വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയത്. പോലീസിന്റെ പക്കൽ നിന്നും ശരവേഗത്തിൽ രക്ഷപ്പെട്ടോടുന്ന നായകൻ, പിന്നാലെ പോലീസും അവരുടെ വേട്ടപ്പട്ടികളും.
തുടക്കത്തിൽ തന്നെ ജനം ഭ്രമിച്ചിരുന്നു പോയ ഒരു ചിത്രമായിരുന്നു മൂർഖൻ. തുടക്കം മുതൽ ഒടുക്കം വരെ സംഭ്രമജനകമായ ആക്ഷൻ രംഗങ്ങളുടെ ചടുലമായ ആവിഷ്കാരമായിരുന്നു ഈ ചിത്രത്തെ വേറിട്ട് നിർത്തിയത്. ഇതിനിടയിൽ ജയന്റെ പരിപക്വമായ എത്രയോ അഭിനയ മുഹൂർത്തങ്ങൾ. ജയന് പുറമെ ബാലൻ കെ നായർ, കൊച്ചിൻ ഹനീഫ, സത്താർ, കുതിരവട്ടം പപ്പു, പ്രതാപചന്ദ്രൻ, ജഗ്ഗു, സീമ, ചെമ്പരത്തി ശോഭന, ചിത്ര, വഞ്ചിയൂർ രാധ തുടങ്ങിയവരും വേഷമിട്ട ഈ സിനിമയിലൂടെ തന്നെയാണ് ന്യൂഡൽഹി, നിറക്കൂട്ട്, തൂവാനത്തുമ്പികൾ സിനിമകളിലൂടെ മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരിയായ സുമലതയുടെ ആദ്യ മലയാള സിനിമയും ഇതുതന്നെയാണ്. ഒരൊറ്റ രംഗം പോലും വിരസമാകാതെ ഘടനാഭദ്രതയോടെ പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതിയ കെട്ടുറപ്പുള്ള തിരക്കഥയും തേയ്പാറുന്ന സംഭാഷണങ്ങളും ഈ ചിത്രത്തിനെ ഉദ്യോഗഭരിതമാക്കി. ബി മാണിക്യം എഴുതിയ വരികൾക്ക് AT ഉമ്മർ ഈണം പകർന്ന ഇതിലെ ഗാനങ്ങൾ ശരാശരി നിലവാരത്തിലൊതുങ്ങി. ആകാശഗംഗാ തീരത്തു നിന്നും പറന്നു വന്നൊരു ഹംസമേ എന്ന ഗാനം ഹിറ്റായിരുന്നു. ആകാശഗംഗാ തീരത്തു നിന്നും പറന്നു വന്നൊരു ഹംസമേ, സൗഗന്ധികമാല്യമാരു തന്നു, ഈ സൗരഭ്യം നിനക്കാരു തന്നു, സൗരഭ്യം നിനക്കാരു തന്നു. ആകാശഗംഗാ തീരത്തു നിന്നും പറന്നു വന്നൊരു ഹംസമേ, സൗഗന്ധികമാല്യമാരു തന്നു, ഈ സൗരഭ്യം നിനക്കാരു തന്നു, സൗരഭ്യം നിനക്കാരു തന്നു. തമിഴിലെ പ്രഗത്ഭ ഷണ്ടുമാസ്റ്റർ N. ശങ്കർ ചിട്ടപ്പെടുത്തിയ സാഹസികവും പുതുമയുള്ളതുമായ ആക്ഷൻ രംഗങ്ങൾ കാലമെത്ര കഴിഞ്ഞിട്ടും വിസ്മയിപ്പിക്കുന്നതാണ്. എന്റെ പെങ്ങള്, എന്റെ പെങ്ങളെവിടെയാണ്? നിന്റെ പെങ്ങളോ? ഏയ്, ഇവന്റെ പെങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കും. മലയാള സിനിമയുടെ ഹിറ്റ്മേക്കറായ ജോഷി ശ്രദ്ധേയനാകുന്നത് ഈ സിനിമയിലൂടെ തന്നെയാണ്. ജയനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ജോഷി. ജോഷിയുടെ വീട്ടിലും ഓഫീസിലുമെല്ലാം ജയൻ്റെ ഫോട്ടോ ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതും മൂർഖൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ എടുത്ത ഒരു ഫോട്ടോയാണ് അത്. ഈ സിനിമയുടെ ഇടവേള സമയത്ത് ജയൻ്റെ അന്ത്യയാത്രയുടെ ഒരു റീൽ പ്രദർശിപ്പിച്ചിരുന്നു. നടൻ പ്രതാപചന്ദ്രനായിരുന്നു അതിന് കമൻ്ററി പറഞ്ഞത്. അങ്ങകലെ ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് മാഞ്ഞുപോയ നമ്മുടെ ജയൻ എന്നൊക്കെയുള്ള പ്രതാപചന്ദ്രൻ്റെ ശബ്ദം അത്യന്തം വികാരനിർഭരമായിരുന്നു. ജയൻ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും റിലീസായ സമയത്ത് മാത്രമല്ല പിൽക്കാലത്തും പലതവണ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ട്. നമുക്കേവർക്കും അറിയാം ജയൻ എന്ന കലാകാരനെക്കുറിച്ച്. സാഹസികനും ധീരനും വീരനായകനുമായ അദ്ദേഹം ഒട്ടനവധി സിനിമകളിൽ ഡ്യൂപ്പിൻ്റെ സഹായമില്ലാതെ സ്റ്റണ്ടും ആക്ഷനും കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിലും അദ്ദേഹം ഡ്യൂപ്പിൻ്റെ സഹായമില്ലാതെ ചെയ്തൊരു സ്റ്റണ്ടുണ്ട്. ഈ സിനിമയിൽ വില്ലനായ ബാലൻ കെ നായരെ വകവരുത്തുവാൻ വേണ്ടി അയാൾ നടത്തുന്ന കോള ഫാക്ടറിയുടെ മതിൽ തകർത്ത് ബുള്ളറ്റുമായി അകത്തേക്ക് പ്രവേശിക്കുന്ന രംഗം തിയേറ്ററുകളിൽ ഏറെ കയ്യടി നിറഞ്ഞവയാണ്. രണ്ടായിരത്തിന് ശേഷം നിരവധി TV ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്യുകയും CD, DVD എന്നിവ വ്യാപക പ്രചാരം നേടിയതോടെ ജയൻ ചിത്രങ്ങൾ പുതിയ തലമുറയിലേക്കും എത്തി. ഈ കാലഘട്ടത്തിൽ യൂട്യൂബിലും ജയൻ ചിത്രങ്ങൾക്ക് നല്ല മാർക്കറ്റാണ് നേടിയത്.
തിയേറ്റർ, TV, CD, DVD, YouTube തുടങ്ങി ഏത് കാലഘട്ടത്തിലും ജയൻ ആരാധകർക്ക് ആവേശത്തോടെ ആസ്വദിക്കുന്ന ഒരു ചിത്രമാണ് മൂർഖൻ. 1980-ലെ മഹാവിജയമായ ഒരു ചിത്രമായിരുന്നു മൂർഖൻ. നടൻ ബാലങ്കൻ നായരുടെ കരിയറിലെ മികച്ച വില്ലൻ വേഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഈ വീഡിയോ ഫിലിം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോ ഫിലിമുകളും പുതിയ അറിവുകളുമായി ഞാൻ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.